മാന്തളേ ഹലോ ഹായ് എവ്രി വൺ, വിങ്സ് ഓഫ് മേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തിരൂർക്കാരാണെങ്കിൽ തിരൂർക്കാർക്ക് ഈ ഒരു ബീച്ചിനെ കുറിച്ച്, ഈ ഒരു ഏരിയയെക്കുറിച്ച് അറിയുമെന്ന് എനിക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ച്, അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. തിരൂർ നമ്മൾ കൂട്ടായി വരെ പോകണ്ടേ, അത്ര ലോങ് പോവാണ്ട് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. ബദാം ബീച്ച് എന്നാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് കൂട്ടായി ബീച്ചിലാണ് കേട്ടോ പോകാറുണ്ടായിരുന്നത്, ഇടയ്ക്കൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്രയും ലോങ് പോകണം, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില അനുസരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകലൊക്കെ റിസ്ക് ആണ്. അപ്പം നമ്മുടെ തൊട്ടടുത്ത് അതുപോലെ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചും അതുപോലത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ളതല്ലേ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ ഇത്. ഈ ബീച്ച് കിടക്കുന്ന ഭാഗത്ത് തന്നെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും 2 റോഡ് ഉണ്ട് കേട്ടോ. അത് അതിവിശാലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ടാറൊക്കെ ചെയ്ത്. ഒത്തിരി 1-2 കിലോമീറ്റർ ദൂരം ഉണ്ട് തോന്നുന്നുണ്ട്. നല്ലോണം ടാർ ചെയ്ത് നമുക്ക് രാവിലെ ജോഗിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. ഒത്തിരി പേര് വരാറുണ്ടെന്നാ പറയുന്നത്, റൈഡിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ പറയാറുണ്ട് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാമെന്നൊക്കെ. അപ്പോൾ അങ്ങനത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വലത്തേ സൈഡിലേക്കുള്ള ഭാഗമാണ്. ഇനി ഈ റോഡിൻ്റെ മറ്റേ സൈഡും കൂടി ഇടത് ഭാഗത്തു കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നേരത്തെ അത്ര അധികം ലെങ്ത്തിൽ ടാർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം ടാർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബീച്ചിൽ 2-3 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഇത്ര ആളുകളൊന്നും ഉണ്ടായിട്ടില്ല. ബീച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ തന്നെയാണ് അല്ലേ. ഒറ്റയ്ക്ക് ബീച്ചിൽ വന്നിരിക്കാൻ രസമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ടെൻഷനിലും സങ്കടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബീച്ച് നല്ലതാണ്. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ബീച്ചിൽ ആളുകൾ ഉള്ളത് തന്നെയാണ് രസം അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആണോ? അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ബീച്ചിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിലൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് ഒത്തിരി സ്റ്റാർ ഫിഷിൻ്റെ ആയിട്ട് സംഭവങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വൃത്തി നീറ്റായിട്ടുള്ള നല്ലൊരു ബീച്ച് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാർ ഫിഷ് വരുന്ന അത് വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ആ ഒരു ടൈമിൽ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ടൈമിൽ ഇവിടെ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്കേൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ദിരാർക്ക എന്ന് പറയും. ഇക്കേൻ്റെ കൂടെ ഒരു തിരൂർ ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്, ആ ഒരു ട്രസ്റ്റിലത്തെ ഒരു അംഗമാണ്. അപ്പോൾ ഇക്കേൻ്റെ വീട് ഇവിടെ എടുത്താന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇക്കയും കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദിരാർക്കയാണ് കേട്ടോ ഞങ്ങൾ ഈ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ബീച്ച് തന്നെ ഞങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി തന്നെ ഇക്കേൻ്റെ അടുത്ത് ഞങ്ങൾ ഒരുപാട് താങ്ക്സ് പറയാണ്. പിന്നെ ഞങ്ങൾ ഇക്കേൻ്റെ വീട്ടിൽ പോയി ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. വീട്ടിലെല്ലാവരെയും പരിചയപ്പെട്ടു. അങ്ങനെ ഒത്തിരി നേരം സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ബീച്ചിലെത്തിയത്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഒറ്റക്കായിരുന്നു കേട്ടോ പോയത്. പിന്നെ നമ്മുടെ കൂടെ ബീച്ചിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഇക്കേൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളിത് കുറച്ച് ദിവസമായിട്ട് പോയിട്ട്, ഒരു ഫ്രൈഡേ ആണോ തോന്നുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞായറാഴ്ചത്തെ കാര്യമൊന്നും പറയണ്ടല്ലോ, അത്യാവശ്യം തന്നെ ആളുണ്ടായിട്ടുണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇങ്ങനെ കടലിൽ നിന്ന് 1-2 പേര് വല കൊണ്ടുവന്നിട്ട് അതിന് മീനൊക്കെ പിടിച്ചിങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് കാണാൻ പറ്റി. അത് കണ്ടോ, നല്ല ജീവനുള്ള മാന്തളൊക്കെയാണ് കേട്ടോ. മാന്ത എനിക്കറിയില്ലേ. പിന്നെ ഇത് കൂന്തലാണ്, മരക്കൂന്തൽ എന്നോ അങ്ങനെ എന്തോണ് പേര് പറഞ്ഞത്. നമ്മുടെ നോർമൽ കൂന്തലിൻ്റെ പോലെ ഒരു ചുണ്ടരുതായ ഒരു നീളമുള്ളതുണ്ടാവില്ലേ, അതൊന്നും ഉണ്ടായിട്ടില്ല. മരക്കൂന്തൽ എന്ന് പറഞ്ഞത് തടിച്ചിട്ട് പരന്നിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർ ഫിഷ് എന്ന്, ഇതൊക്കെ സ്റ്റാർ ഫിഷ് ആണെന്ന് അറിയില്ല കേട്ടോ. കണ്ടില്ലേ ചെറിയ സ്റ്റാറുകൾ, അതുപോലത്തെ ഒത്തിരി സ്റ്റാർ ഉണ്ട് കേട്ടോ. നമ്മൾ കാലിട്ട് നിൽക്കുന്ന സമയത്ത് വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന് നമ്മുടെ കാലിൻ്റെ ചുവട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ പിടക്കുന്ന മാന്തലിനൊക്കെ കാണുന്നത്. ജീവുള്ള മാന്തലിനൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ചത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നല്ല ജീവനുള്ള മാന്തലിനെ കണ്ടു. അതുപോലെ ഈ ഒരു വലൻ്റെ ഉള്ളിലായിട്ട് വലിയ ചെമ്മീന് കൊഞ്ച് അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ തറ്റത്തുള്ള ചെറിയ കൊഞ്ചാണ് കേട്ടോ, ചെമ്മീനാണ്. അതിൻ്റെ ഉള്ളിലുണ്ട് ഇനി അത്യാവശ്യം വലിയൊന്നും കൂടെ. വലിയൊരു മാന്തലുണ്ട്. ഇതും മരക്കൂന്തലാട്ടോ. അപ്പോൾ അതിന് മഷി ഇളകിയിട്ടുണ്ടായിരുന്നു, കയ്യിലൊക്കെ കറുത്ത കളറായി. ഉപ്പയാണ് കേട്ടോ കാണിച്ചിരുന്നത്. ഇതതിലത്തെ ഉള്ള വേറൊരു മാന്തയാണ്. അതുപോലെ തന്നെ അത്ര ഉണ്ടാവുള്ളൂ ഇതിന്. ഇവിടെ വലുതുണ്ടെന്ന് എന്താ ഉപ്പാക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവർ ഇതൊന്ന് പിടിച്ചു തരുന്ന ഉപ്പ നല്ല ആവേശത്തിൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീൻ പിടിക്കാനായിട്ട് വന്നതായിരുന്നു. ചൂണ്ടയും കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ചൂണ്ടലും ചെറിയ ഇരയൊക്കെ കൊടുത്തിട്ട് മീനെ പിടിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ചെമ്മീൻ ഫിഷിംഗ് സോഫിയ കൊണ്ടേറ്റാളെ അടിമാങ്ങാണ്. പെടക്കണ് കൈയിട്ട് ആക്കാന്ന് വിചാരിച്ചു. പെടക്കണ മാന്തല് അയാന് വെള്ളത്തിലും മണ്ണിലൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. ബാസ്ക്കറ്റും കോരിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ മണ്ണൊക്കെ കോരിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു. അവർക്ക് ബീച്ചിലൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഓടിക്കളിക്കാനും വെള്ളത്തിൽ ലിമിറ്റ് ഇല്ലാണ്ട് കളിക്കാനും മണൽ വാരി കളിക്കാനൊക്കെ ടൈം കിട്ടുന്നില്ല. അപ്പോൾ അവനെപ്പോഴും ബീച്ചിൽ പോവാന്നാണ് കേട്ടോ വാശി പിടിക്കാറ്. ഞങ്ങൾ ബീച്ചിൽ വന്ന ദിവസം ഒരു വീക്കെൻഡ് ഒന്നും അല്ല കേട്ടോ, വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ വീക്കെൻഡിലല്ല. എന്നിട്ട് കൂടെ ഇത്രയും ആളുകൾ ആ ഒരു ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെരുന്നാളൊക്കെ കൂട്ടായിൽ പോകുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സമയം നമ്മളിവിടെ വെള്ളത്തിലൊക്കെ കളിച്ചു, കുട്ടികളുടെ കൂടെ കളിച്ചു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. ഞാൻ അസ്തമയം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ആ ബീച്ചിൽ നിൽക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ആ ഒരു കടലിലേക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ തീരെ എന്താ പറയുക ഇരുട്ടായത് അറിയില്ല. നമ്മൾ വണ്ടിയിലേക്ക് കയറി പകുതി എത്തുന്ന സമയത്തായിരിക്കും നല്ലോണം ഇരുട്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവുക. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഒന്നും ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ടൈം നമ്മൾ ബീച്ചിൽ നിൽക്കുന്നത്. ആ സമയം കഴിഞ്ഞ പാടെ നമ്മൾ ഇറങ്ങാറുണ്ട്. അപ്പോൾ അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് ഫാമിലി ആയിട്ട് ഈവനിങ്ങിന് ശേഷം വരാം കേട്ടോ. സൂര്യാസ്തമനത്തിന് ശേഷം സ്ട്രീറ്റ് ലൈറ്റ് അതുപോലത്തെ ലൈറ്റുള്ള ഏരിയയിലൊക്കെ നമുക്ക് വന്നിരുന്ന് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. നമ്മളവിടെ വേസ്റ്റ് ഒന്നും ഇട്ട് വൃത്തിയേടാക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന ഈ ഒരു ടൈമിൽ കുറച്ച് ഫാമിലീസ് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ സംഭവം. അപ്പോൾ ഇക്ക പറയണം അങ്ങോട്ട് ഈവനിങ്ങിന് ശേഷം പല ഫാമിലീസ് നൈറ്റ് ഡിന്നർ കഴിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് വരാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉള്ള ഒരു ഏരിയയിൽ മാത്രം ഇതാക്കുക, ഫാമിലി ആയിട്ട് വരുന്നവർ മാത്രം കേട്ടോ, അല്ലാത്തൊരു കട അലൗഡ് അല്ല. അപ്പം ആ ഒരു പ്രത്യേകത കൂടെ ആ ഒരു ബീച്ചിനുണ്ട്.
ഇനിയിപ്പോൾ ഏതായാലും വീട്ടിൽ പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പൊരിക്കടികളും അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പൊരിക്കടികൾ അന്ന് ഉണ്ടായിരുന്നത് മുട്ട ബജിയും സുഖിയന്, പിന്നെ അതുപോലെ പരിപ്പുവട, താഴെയായിട്ടുള്ളത് അവിടെ ഒരു നമ്മുടെ ഉന്നക്കായ എന്ന് പറയില്ലേ, അതുപോലത്തെ സാധോ പഴനിറവാണ്, അതൊരു അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് ബജി ഉണ്ടായിരുന്നു, ഉള്ളിവട ഉണ്ടായിരുന്നു, പിന്നെ ഒരു നമ്മുടെ കപ്പ ഇട്ടിട്ട് ബോണ്ട ആക്കിയിട്ടുണ്ടായിരുന്നു, കപ്പ ബോണ്ടാണ് അങ്ങനത്തെ പേര് പറഞ്ഞത്, അതും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ആ ഒരു നമ്മളേതായാലും അവിടുത്തെ എല്ലാ സ്പെഷ്യലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ഒരുവിധം എല്ലാം കാലിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള ഏറ്റവും മൂവായി പോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ളിവടയാണത്ര. കഴിച്ച് നോക്കിട്ടോ, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഉള്ളിവടയും അതുപോലെ തന്നെ കപ്പ ഉണ്ടാന്നോ എന്തോ ആണ് കേട്ടോ പേര്. അതിനുള്ളിൽ കപ്പയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തരം ഉരുള, അത് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താണ് കേട്ടോ. ഉള്ളിവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മുളക് ബജിയും മുട്ട ബജിയാണ്. മുട്ട ബജി എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം കുറച്ച് ഒരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മുളക് ബജിയും സെയിം മാവിനാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഉള്ളിവട അടിപൊളിയായിരുന്നു. കൂടുതൽ മൂവാവുന്നതും ഉള്ളിവടയാണ്. അയാളേതെന്താ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവന് വന്ന പാടെ ഓരോരുത്തർ സോപ്പിട്ട് ഓരോന്നായിട്ട് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു, ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ എങ്ങനെ ബീച്ച് വരെ വന്നിട്ട് ഉപ്പിലിട്ട് കഴിക്കാണ്ട് പോവല്ലേ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടൊരു മാങ്ങയും അതുപോലെ പേരക്കയും കഴിച്ചു. പക്ഷെ മാങ്ങ അടിപൊളിയായിരുന്നു, പേരക്ക ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ സങ്കടമായി. പിന്നെ നമ്മൾ വാങ്ങിയില്ല, പിന്നെ നമ്മൾ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബീച്ചിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ തിരൂർ ഈ ഒരു പറവണ്ണ ബദാം ബീച്ചിൽ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കുക. ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.